ബോത്രസ്റ്റർ മോട്ടർ ഫേസ് ഫീലല്ല വല്ലാതിരുന്ന. അപ്പോൾ ചങ്ങന്മാരെ ഞാൻ PCB റിമൂവ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ഈ PCB ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടേക്കാണ് ശരിക്കും പറഞ്ഞാൽ RST വരുന്നത്. നമ്മുടെ മെയിൻ ലൈനിൽ RST വരും. ഇതായി കാണിച്ചിരിക്കുന്ന ഇവിടെ ഫ്യൂസ് F4 F5 F6 കഴിഞ്ഞിട്ട് R0 S02 T02 അതിൻ്റെ അകത്ത് RST. അപ്പോൾ പാനലെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് ഫ്യൂസ് ഇട്ട് ഇതിൽ ബാക്കി കണക്ഷൻ ഒന്നുമില്ലല്ലോ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. എല്ലാം ഓക്കെയാണ്. ഇത് ജനറേറ്റർ പാനൽ റൺ ചെയ്യണം. അപ്പോൾ ഇവിടെ ജനറേറ്റർ പാനൽ റൺ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു ഫാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു, ഹൈഡ്രോളിക് പമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഹൈഡ്രോളിക് പമ്പ് കുറച്ച് ഒരു 10 മിനിറ്റ് റൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മെയിൻ മോട്ടർ സ്റ്റാർട്ട് ചെയ്യും. सर एक बार मेन मोटर चालू करके देखो. ओके ओके, नो अलार्म, एवरीथिंग इज गुड. ओके ओके सर, यू कैन stop the motor. ഫൈനലി ചങ്ങായിമാരെ കുറച്ച് കഷ്ടപ്പെട്ട് എവിടുന്നാണ് കണ്ടുപിടിക്കാൻ ഫേസ് ഫെയിൽ. അത് പൈലറ്റ് ഓൺ ബോർഡ് അയക്കുന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടായത്. അതൊരു PCB ആണ്. അപ്പോൾ ഞാൻ ആ PCB കൂടി ചേഞ്ച് ചെയ്തു. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്തു. ഓക്കെയാണ്, ആംബിയറും ഓക്കെയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ.